വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ. വിവാഹ പാർട്ടികൾക്ക് 3% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹാഭരണ സെറ്റ് 2.5 പവൻ മുതൽ. പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം. അലിസൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ജനവാസ കേന്ദ്രങ്ങളിൽ പിടികൂടുന്ന വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് തിരിച്ചുവിടുന്നതിന് പകരം മ്യൂസിയത്തിലേക്ക് മാറ്റണമെന്ന് എ.പി. അനിൽകുമാർ എം.എൽ.എ. സഭയിൽ ആവശ്യപ്പെട്ടു. ഒരുപാട് ചർച്ച ചെയ്യുന്നതാണ് വന്യജീവി ആക്രമണത്തെക്കുറിച്ച്. സർ, അതിനകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെങ്കിലും വനംവകുപ്പ് ചെയ്താൽ കുറേയേറെ ആശ്വാസം കിട്ടും. സർ, ഞാൻ അങ്ങേ 2 ദിവസം മുമ്പ് വിളിച്ചു. സർ, എന്റെ നിയോജകമണ്ഡലത്തിൽ തൊട്ടടുത്താണ് ഒരു കരടിയെ പിടിച്ചു. സർ, കരടിയെ പിടിച്ച് കൂട്ടിലാക്കി. ആ കരടിയെ എവിടേക്ക് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ കഴിഞ്ഞ തവണ ഒരു കരടിയെ കിട്ടി, ഞങ്ങളത് തിരിച്ചു കാട്ടിലേക്ക് അയച്ചു. ആ കരടി തന്നെയാണോ ഈ കരടി എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം ഈ കരടിയെ വീണ്ടും ആ കാട്ടിലേക്ക് തന്നെ അയക്കുന്ന പറയും. സർ, നമ്മുടെ കാട് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, വളരെ അടുത്തടുത്താണുള്ളതാണ്. അപ്പൊ കരടിയെ പിടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് സൂവിലേക്ക് മാറ്റിയാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കാട്ടുമൃഗത്തിന്റെ ആക്രമണത്തിൽ നിന്നെങ്കിലും ജനങ്ങൾ രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് സർ, ഇങ്ങനെ പിടിക്കുന്ന വന്യമൃഗങ്ങൾ ഏതായാലും കടുവയായാലും കരടിയായാലും പുലിയായാലും അവരെ സൂവിലേക്ക് അയക്കാനുള്ള സംവിധാനം ചെയ്യുമ്പോൾ അവരെ തിരിച്ച് കാട്ടിലേക്ക് അയക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കും. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ ഉൾവനത്തിലേക്ക് അയക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നതെന്നും ഇത് മാറ്റി തൃശൂരിൽ പുതുതായി ആരംഭിച്ച സുവോളജിക്കൽ പാർക്കിൽ അയക്കുമെന്നും അതോടൊപ്പം ഇത്തരത്തിൽ പിടികൂടുന്ന വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനും ചികിത്സിക്കാനുമുള്ള ഒരു പ്രത്യേക സംവിധാനം ഒരുക്കുന്നതിനായി കോഴിക്കോട്ടുള്ള പേരമ്പ്രയിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും എ.പി. അനിൽകുമാർ എം.എൽ.എയുടെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി എ.കെ. ശശീന്ദ്രൻ സഭയിൽ പറഞ്ഞു. ബഹുമാനപ്പെട്ട മെമ്പർ എന്നോട് സൂചിപ്പിച്ച കാര്യം തന്നെയാണിത്. ഇതുവരെയുള്ള കീഴ്വഴക്കം സ്വീകരിച്ചു പോകുന്ന നടപടികൾ ഇത്തരത്തിലുള്ള വന്യജീവികളെ പിടികൂടിയാൽ ഉൾക്കാട്ടിലേക്ക് വീണ്ടും അയക്കുക എന്നുള്ളതാണ്. എങ്ങനെ സംശയം വെച്ചാലും ഉൾക്കാട്ടിലേക്ക് അയക്കുന്ന മൃഗങ്ങൾക്ക് സ്വാഭാവികമായും തിരിച്ചു വരാൻ സാധിക്കുമെന്നത് ഒരു പച്ച മലയാളത്തിൽ നമുക്ക് ബോധ്യമാകുന്ന ഒന്നാണല്ലോ. അതുകൊണ്ട് അങ്ങ് നിർദ്ദേശിച്ചതുപോലെ ഇങ്ങനെ പിടിക്കുന്ന വന്യമൃഗങ്ങളെ തൃശൂരിൽ പുതുതായി ആരംഭിച്ച സുവോളജിക്കൽ പാർക്കിൽ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഇന്നലെയും കൊണ്ടുവന്നിട്ടുണ്ട്, ഇനിയും അത് കൊണ്ടുവരും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ പിടികൂടിയ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനും ചികിത്സിക്കാനുമുള്ള ഒരു പ്രത്യേക സംവിധാനവും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ് അത്തരമൊരു സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.